ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഒരു i20 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്കിപ്പോൾ പോളോ, അതേപോലെ തന്നെ ഹോണ്ട സിറ്റി, അതേപോലെ എസ് ക്രോസ്, മാരുതി സിയാസ് തുടങ്ങിയ വാഹനങ്ങൾ, എർട്ടിക തുടങ്ങിയ വാഹനങ്ങളൊക്കെ നമുക്ക് കൺവേർഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾക്കൊരു എസ് ക്രോസ് വന്നിട്ടുണ്ട് കൺവേർഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ കാണിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് പോളോ 2010 ഇറങ്ങിയ പോളോ, സാധാരണ ഒരു നോർമൽ പോളോ GTയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ നമ്മൾക്കിപ്പോൾ മാരുതി സിയാസ്, ഇപ്പോൾ 2016 കാലഘട്ടത്തിൽ ഇറങ്ങിയ സിയാസിനെ 2020-2021 കാലഘട്ടത്തിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ സ്കോർപ്പിയോ നമ്മൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ സ്കോർപ്പിയോ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ എടുത്ത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഏകദേശം പാർട്സിന് തന്നെ ഏകദേശം 1.25 ലക്ഷം രൂപയുടെ അടുത്താണ് സ്കോർപ്പിയോൻ്റെ പാർട്സ് വരുന്നത്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ പെയിൻറ്റിങ് ചാർജ് ഉണ്ടാവും, അതിൻ്റെ ലേബർ ചാർജ് ഉണ്ട്. അതപ്പോൾ ഞാൻ ചെയ്തിട്ട് അത് എത്രയായി എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ ഒരു i20 വന്നിട്ടുണ്ട്. ഒരു ഗ്രേ കളർ i20 ആണ്. അത്യാവശ്യം നോർമൽ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡോർമയും കാര്യങ്ങളൊക്കെ ആയിട്ട്. റെസ്റ്റൻ്റ് ഇഷ്യൂസൊന്നുമില്ല. ഓക്കെ, ഇത് നമുക്ക് നാഡോ ഗ്രേ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. നാഡോ ഗ്രേ റൂഫ് ബ്ലാക്ക് അടിക്കണം, ഹാൻഡിലുകൾ ബ്ലാക്ക് അടിക്കണം, പിന്നെ ഫ്രണ്ട് ഗ്രില്ല് ബ്ലാക്ക്. ആ ഒരു ബ്ലാക്ക് ആൻഡ് നാഡോ ഗ്രേ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടി വന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളുടെ i20 ഇവിടെ ഷെയ്പ്പും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് നമ്മളെ ബോഡി ഫില്ലർ വലിച്ചിട്ടുള്ളത്, അവിടെയാണ് 2K ക്യാമറ അടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കമ്പനി പെയിൻ്റാണ് നിലയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫുള്ളായിട്ട് 2K ക്യാമറ അടിക്കേണ്ടത് ആവശ്യമില്ല. ഫുള്ളായിട്ട് 2K ക്യാമറ അടിച്ചാൽ കുഴപ്പമുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കട്ടി ലെയർ വരും. അപ്പോൾ അത് കാരണം നമ്മൾ ഫുൾ 2K ക്യാമറ അടിക്കുന്നില്ല. നമ്മളിപ്പോൾ 2K ക്യാമറ അടിച്ചതിൻ്റെ ആ ബോഡി ഫില്ലർ അപ്ലൈ ചെയ്തിരിക്കുന്ന വശങ്ങളിൽ മാത്രമേ 2K ക്യാമറ അടിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഫുള്ള് നമ്മൾ സാധാ സർഫേസർ കോട്ടാണ് അടിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ള ഈ വണ്ടിക്ക്, അത് കാരണം അങ്ങനെ ചെയ്യണത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നമ്മൾക്ക് ഫുള്ളായിട്ട് ഇത്ര ഏരിയ ഫുള്ളായിട്ട് തന്നെ അടിക്കേണ്ടി വന്നു 2K ക്യാമറ. കാരണം ഇവിടെ ബോഡി ഫില്ലറിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങൾ എന്തായാലും ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കമ്പനി പെയിൻ്റാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഉള്ളത്. അത് കാരണം തന്നെ നമ്മൾ ഫുള്ളായിട്ട് സർഫേസർ അടിക്കും. അതിനുശേഷം അണ്ടർ കോട്ട് അടിച്ച് പെയിൻറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ അടിക്കാൻ പോണ പെയിൻ്റ് എന്ന് പറയുന്നത് നാഡോ ഗ്രേ ആണ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ i20യുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ മാതിരി തന്നെ നമ്മൾക്കിപ്പോൾ ഇതേപോലെയുള്ള വാഹനങ്ങൾ കൺവേർഷൻ ചെയ്യാനായിട്ട് താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ നമ്പർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലുള്ള വാട്സാപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ നമ്പറിൽ കോൾ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. i20 നാഡോ ഗ്രേ ആ ഒരു ബ്ലാക്ക് ആകുമ്പോൾ നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കസ്റ്റമർ അത്ര ആഗ്രഹിച്ച് നാഡോ ഗ്രേ ബ്ലാക്ക് കോമ്പോയിൽ ചെയ്ത ഒരു വണ്ടിയും കൂടിയായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.